റസൂലുള്ളാഹി തങ്ങളെ വഫാത്തിന്റെ ടൈമിൽ മദീന മുഴുവനും കരഞ്ഞു. അക്കൂട്ടത്തിൽ ഖൈബറിൽ കിട്ടിയ ഒരു കഴുത റസൂലുള്ളാഹിന്റെ മുമ്പിൽ, അവിടുത്തെ മദീന പള്ളിയുടെ മുമ്പിൽ എന്നും കിടക്കുമായിരുന്നു. പതിരാവുകളിൽ റസൂലുള്ളാഹിക്ക് വല്ല ആവശ്യം വന്നാൽ ആ കഴുതയുടെ ചെവിയിൽ റസൂലുള്ള മന്ത്രിക്കും. ആ ടൈമിൽ കഴുത എഴുന്നേറ്റിട്ട് പോകും. അങ്ങ് അകലെയുള്ള അവാലിൽ മദീനയിൽ ജീവിക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. ഉമർ തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. നബി തങ്ങൾ വിളിക്കുന്നു എന്ന് സൂചന പറയുന്നു. ആ കഴുത ചെന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ കഴുത ചെന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ വീടിന്റെ വാതിലിൽ ചെന്നിട്ട് അതാ മുട്ടുന്നു. ഈ മുട്ട് കേൾക്കുമ്പോൾ അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ അതാ വാതിൽ തുറക്കുന്നു. റസൂലുള്ളാഹിന്റെ കഴുതയാണ് നബി വിളിക്കാൻ അയച്ചതെന്ന് മനസ്സിലാക്കുന്നു. പാതിരകളിൽ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് സ്വഹാബിമാര് ചെല്ലുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഈ കഴുത മദീനയിൽ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ദിവസത്തിൽ ബുദ്ധിയുള്ള സഹോദരന്മാരെ, നമ്മളൊക്കെ എവിടെയാണുള്ളത്? റസൂലുള്ള ആരാണ്? ആ കഴുത അതാ റസൂലുള്ള വഫാത്തായ ദിവസം മദീനയിൽ ചെറിയ മക്കളടക്കം പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കഴുത അതാ ചീറിക്കൊണ്ട് മദീനയിൽ ഓടി നടക്കുന്നു. റസൂലുള്ള വഫാത്തായ സങ്കടത്തിൽ അവിടുത്തെ ശിഫയിൽ ഉദ്ധരിക്കുന്നു ഈ ചരിത്രം. ആ കഴുതയതാ അവസാനം ഒരു വലിയ ആഴമുള്ള കുഴിയിലേക്ക് തലകീഴായി ചാടി ആത്മഹത്യ ചെയ്യുന്നു. റസൂലുള്ളാഹി വഫാത്തായ പേരിൽ നബിയോടുള്ള മഹബ്ബത്ത്